കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുകയാണ്. ബന്ധുക്കളുടെയും ജനപ്രതിനിധികളുടെയും അഭ്യർത്ഥന മാനിച്ചാണ് രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതെന്ന് IC ബാലകൃഷ്ണൻ MLA റിപ്പോർട്ടറിനോട് പറഞ്ഞു. മൃതദേഹം നാളെ രാവിലെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ വേണമെന്ന് അവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അവിടുത്തെ പ്രദേശവാസികളും വാർഡ് മെമ്പറുടെ ആവശ്യപ്പെട്ടു. അതിനനുസരിച്ച് ഞാൻ ജില്ലാ കളക്ടറുമായി സംസാരിച്ചു. ജില്ലാ കളക്ടറുമായി സംസാരിച്ചപ്പോൾ രാത്രി തന്നെ ചെയ്യാം, അതിന് നോംസ് ഉണ്ട്, അതിൻ്റെ ഓർഡർ ഇറക്കാമെന്ന് പറഞ്ഞു. വയനാട് ജില്ലാ കളക്ടർ കോഴിക്കോട് കളക്ടറുമായി ബന്ധപ്പെട്ട് ഓർഡർ ഇറക്കി. ഇത് ഇൻക്വസ്റ്റ് ചെയ്യേണ്ടത് പുൽപ്പള്ളി പോലീസാണ്. പോലീസും കൃത്യസമയത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടി ആരംഭിക്കുക. നിയമാനുസൃതം ഇവിടെ റിക്വസ്റ്റ് കൊടുത്ത് ഇവിടുത്തെ അതിൻ്റെ ഫീസ് അടച്ച് ഇവിടെ ബോഡി സൂക്ഷിച്ച് രാവിലെ 6 മണിക്ക് ബോഡി ഇവിടുന്ന് പ്രൈസറോടുകൂടിയുള്ള ആംബുലൻസിൽ പാക്കത്തേക്ക് പുൽപ്പള്ളിക്ക് പുറപ്പെടും. സിനോജ് തോമസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിവരങ്ങൾ നൽകാനുണ്ട്. സിനോജ്, പുൽപ്പള്ളിയിൽ നിന്നും പോലീസ് എത്തിയാണല്ലോ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കുകയാണ്. എപ്പോഴായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നത്? വിനീത, നാളെ രാവിലെ 6 മണിക്കായിരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. തുടർന്ന് വയനാട് പാക്കത്ത് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. ആദ്യം പോലീസും റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരും പറഞ്ഞത് നാളെ രാവിലെ ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം 10 മണിയോടുകൂടി മൃതദേഹം വിട്ടു നൽകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ IC ബാലകൃഷ്ണൻ MLA യും മറ്റ് ജനപ്രതിനിധികളും പോളിന്റെ ബന്ധുക്കളും ആവശ്യപ്പെട്ട പ്രകാരമാണ് വയനാട് ജില്ലാ കളക്ടർ വഴി കോഴിക്കോട് കളക്ടറെ ബന്ധപ്പെടുകയും ഇൻക്വസ്റ്റ് നടപടിയും പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളും ഇന്ന് തന്നെ പൂർത്തിയാക്കാൻ തീരുമാനിക്കും. അങ്ങനെ കോഴിക്കോട് കളക്ടർ ഉത്തരവിടുകയും അല്പസമയം മുൻപ് 9:00 പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. രാത്രി 7:00 വയനാട് പുൽപ്പള്ളിയിൽ നിന്ന് പോലീസ് ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയാക്കിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കും. നാളെ രാവിലെ 6 മണിക്ക് വിട്ടു നൽകും. ശരി.